ഹരേ കൃഷ്ണ. ഓഗസ്റ്റ് 26 ജന്മാഷ്ടമിയാണ്. വ്രതമെടുക്കുന്നവരെല്ലാവരും 25 ഒരിക്കലെടുത്ത് 26 വ്രതത്തിലിരുന്ന് 26 രാത്രിയിൽ പൂജ ചെയ്ത് 27 പാർണ വീടണം. അക്കാര്യങ്ങളൊക്കെ നമ്മൾ വിശദമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നുമല്ല ഇപ്പോൾ പറയാൻ വന്നത്. നമ്മുടെ വീട്ടിൽ ഒരു കുഞ്ഞ് ജനിക്കുകയാണ്. നമ്മളെല്ലാവരും എന്താണ് ചെയ്യുന്നത്? ആ കുഞ്ഞിൻ്റെ ജനനത്തിന് വേണ്ടി കാത്തിരിക്കും, നാമം ചൊല്ലും, പ്രാർത്ഥിക്കും, വഴിപാടുകൾ നടത്തും. നമ്മളിങ്ങനെ ആകാംക്ഷയോടുകൂടി ആ കുഞ്ഞിൻ്റെ ജനനത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞു. എപ്പോൾ? 26 രാത്രിയിൽ. ആ ജനന സമയത്ത് നമ്മൾ എന്ത് ചെയ്തു? പൂജകൾ ചെയ്തു, വ്രതമെടുത്ത് കുഞ്ഞിൻ്റെ ജനനത്തിനായി നമ്മൾ കാത്തിരുന്നു. ഭഗവാൻ ജനിച്ചു. ആ സമയം നമ്മൾ പൂജകൾ ചെയ്തു, ഭഗവാനെ പ്രാർത്ഥിച്ചു. അതിനുശേഷം നമ്മൾ പിറ്റേ ദിവസം 27 പാരണ വീടി. ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മളെല്ലാവരെയും വിളിച്ചു പറയും, മധുര പലഹാരങ്ങളൊക്കെ മേടിക്കും, എല്ലാവർക്കും അത് വിതരണം ചെയ്യും. നമുക്ക് വലിയ സന്തോഷമാണ്. അങ്ങനെയാണെങ്കിൽ 27 ഭഗവാന്റെ ജനനത്തിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ആഘോഷിക്കണം. അന്നത്തെ ദിവസം നന്ദോത്സവമായിട്ടാണ് ആചരിക്കുന്നത്. അതായത് ഭഗവാന്റെ അച്ഛനും അമ്മയും സന്തോഷിച്ചിരിക്കുകയാണ്. വസുദേവരുടെയും ദേവകിയുടെയും മനസ്സിൽ അതിഭയങ്കരമായ ആനന്ദമാണ്. കംസൻ വന്നു, കൃഷ്ണനെ കിട്ടിയില്ല, പകരം ദേവിയാണ് കിട്ടിയത്. ആ കഥയൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, എല്ലാവരും കേട്ടു. വൃന്ദാവനത്തിലും ആഘോഷമാണ്. ഉണ്ണി പിറന്നിരിക്കുന്നു. ഈ ആഘോഷങ്ങളിലെല്ലാം നമ്മളും പങ്കെടുക്കണ്ടേ? അങ്ങനെയാണെങ്കിൽ 27 നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആഘോഷിക്കുക. എത്രത്തോളം സമയം ആഘോഷിക്കാൻ പറ്റുമോ അത്രത്തോളം ആഘോഷിക്കുക. എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുക. ഒരു സദ്യയൊക്കെ ഉണ്ടാക്കുക, എന്തെങ്കിലും വിശേഷമായിട്ടൊക്കെ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഒരു പായസം വെക്കുക, മധുരപലഹാരങ്ങൾ ഉണ്ടാക്കുക, ഭഗവാനത് നൈവേദ്യമായിട്ട് വെക്കുക, എല്ലാവരും കൂടിയിരുന്ന് ഭക്ഷിക്കുക, ഭഗവാന്റെ കഥകൾ പറയുക. എത്രത്തോളം ആനന്ദിക്കാമോ അത്രത്തോളം സന്തോഷമായിരിക്കുക. ഭഗവാന്റെ ജനനമാണ് സംഭവിച്ചിരിക്കുന്നത്. ആ സന്തോഷത്തിൽ നമ്മളെല്ലാവരും പങ്കുചേരണം. വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികളോടൊക്കെ ഭഗവാന്റെ കഥകൾ പറഞ്ഞു കൊടുക്കണം, നാമം ചൊല്ലണം, വിശേഷപ്പെട്ട മധുരപലഹാരങ്ങൾ ഉണ്ടാക്കണം, നമ്മുടെ കയ്യാലുണ്ടാക്കി ഭഗവാന് കൊടുക്കണം, കുട്ടികൾക്ക് കൊടുക്കണം. സദ്യ ഉണ്ടാക്കാൻ കഴിക്കാൻ പറ്റുന്നവരൊക്കെ ഒരു സദ്യ ഉണ്ടാക്കി കഴിച്ചോളൂ. അതൊക്കെ ചെയ്യണം. നമ്മൾ ഓണത്തിന് എന്തൊക്കെ ആഘോഷങ്ങളാണ് ചെയ്യുന്നത്? എന്തൊക്കെ കളികളൊക്കെയാണ് കളിക്കുന്നത്? നമ്മുടെ വീട്ടിലൊരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ആഘോഷങ്ങളാണ് നടത്തുന്നത്? അതെല്ലാം തന്നെ കണ്ണൻ ജനിച്ചു കഴിയുമ്പോൾ നമ്മൾ ചെയ്യണം. അതുകൊണ്ട് ഈ വിധം ചെയ്ത് എല്ലാവരും പ്രാർത്ഥിക്കുക. പിറ്റേ ദിവസം ആ സന്തോഷം നമ്മുടെയും നമ്മുടെ വീട്ടിലുള്ള ആളുകളുടെയും മുഖത്തും മനസ്സിലും ഉണ്ടായിരിക്കണം. ഇതൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, എങ്കിലും ഞാൻ പറയുകയാണ്. വ്രതം അവസാനിപ്പിച്ചിട്ട് അങ്ങ് പോകരുത്. ഈ കാര്യങ്ങളും കൂടെ ആലോചിക്കുക. അതായത് പിറ്റേ ദിവസവും വളരെ പ്രാധാന്യമുള്ള ദിവസമാണ് എന്ന് മനസ്സിലാക്കി സന്തോഷത്തോടു കൂടി ഇരിക്കുക. തലേ ദിവസം വ്രതമായിരുന്നു, പിറ്റേ ദിവസം നല്ല സാത്വികമായ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കുക, മധുരപലഹാരങ്ങൾ ഉണ്ടാക്കി വിതരണം ചെയ്യുക, കൊടുക്കുക. കൊച്ചു കൊച്ചു കളികളൊക്കെ കളിക്കാൻ പറ്റുന്നെങ്കിൽ കളിക്കുക. ഭഗവാന്റെ നാമങ്ങളൊക്കെ പറഞ്ഞ് എന്തെങ്കിലും കളികളൊക്കെ ഉണ്ടാക്കി കളിക്കാൻ പറ്റുന്നെങ്കിൽ അതൊക്കെ ചെയ്യുക. കഥകളൊക്കെ പറയുക. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ട് നമ്മുടെ മനസ്സും ശരീരവും ഭഗവാനിലേക്ക് കൊണ്ടുപോവുക. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഹരേ കൃഷ്ണ.